വിശുദ്ധ വചനങ്ങളിലെ അള്ളാഹുവിൻ്റെ പ്രസ്താവനകളെ മറച്ചുപിടിച്ച് മുൻവേദങ്ങൾ നൽകപ്പെട്ടവരെ, ആ വേദക്കാർ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ചതിൽ കടുത്ത അള്ളാഹുവിൻ്റെ അമർഷം രേഖപ്പെടുത്തുകയും ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അള്ളാഹു ശപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടരുന്ന വാക്ക് നോക്കണം, ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത് മടങ്ങിയവരൊഴികെ. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഖൽബിൽ സങ്കടപ്പെടണം, ചെയ്തു പോയ തെറ്റ് വലിയ തെറ്റായി പോയി റബ്ബേ. നമ്മൾ തൗബയുടെ ദുആകളൊക്കെ ഉണ്ട്, നമ്മളെ കിതാബൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓതുമ്പോൾ എന്താണ് പറയണതെന്ന് മനസ്സിൽ ശരിക്കും കരുതിയാലേ ആ തൗബയാവുള്ളൂ. വെറുതെ അങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല. പച്ച മലയാളത്തിൽ തൗബ ചെയ്യാൻ പറ്റും, അറബി തന്നെ വേണമെന്നില്ല. അള്ളാഹുവെ പറ്റിപ്പോയി റബ്ബേ, എനിക്ക് മാപ്പ് തരണേ, ഞാൻ ചെയ്യൂല റബ്ബേ, നിനക്ക് ഞാൻ വാക്ക് തന്നു റബ്ബേ, ഞാൻ ചെയ്തത് വലിയ കുറ്റായി പോയിട്ടുണ്ട്. തിന്മ ചെയ്യാതെ കള്ളുകുടിയെന്ന് തൗബ ചെയ്യണമെങ്കിൽ ആ കുടിച്ച മാല് തീരണം, അല്ലാതെ ആ മാലിൽ തന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. പലിശ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന് പണി അതന്നെയാണ്, ഞാൻ ചെയ്യൂല റബ്ബേ, അങ്ങനല്ല. ആ പണിക്ക് രാജിവെച്ചിട്ട് നീ വാ, അപ്പോഴേ തൗബ ചെയ്യുള്ളൂ. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാൾക്ക് തൗബ ചെയ്യാൻ കഴിയില്ല. തിന്മയെന്നല്ല ഇഖ്ലാഉ അനി ദംബ് എന്ന് പറയില്ലേ, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് കഴിഞ്ഞ സംഭവിച്ച തിന്മയെക്കുറിച്ച് നദം, തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടലാണ്. നബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം വരാതെ തൗബൻ്റെ നമ്മളെ വരികളൊക്കെ നമ്മൾ കിതാബിൽ ഏടിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ചില മജ്‌ലിസിലൊക്കെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. അതിനൊന്നും കുഴപ്പമില്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, കൽബിൽ ശരിക്കും ബോധിക്കണം എന്താണ് ഞാൻ ഈ പറയണത്, അപ്പോഴേ അത് തൗബയാവുള്ളൂ. ശരിക്കും ബോധിക്കണം, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അന്നദം സങ്കടപ്പെടലാണ്, ഖേദിക്കലാണ്. വൽ അസ്ം, ഇനി ഒരിക്കലും ഇത് ചെയ്യൂല റബ്ബേ എന്ന് അള്ളാഹുവിന് വാക്ക് കൊടുക്കലാണ്. സാമ്പത്തിക ഇടപാടാണോ, അത് ഇടപാട് കൊടുത്ത് അതിൻ്റെ ഇടപാട് തീർക്കലാണ്. അങ്ങനെയൊക്കെ തൗബ ഉണ്ടാവുള്ളൂ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. എത്രയോ ശാപമുണ്ട് എന്ന് പറഞ്ഞ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവരെ തൗബ ചെയ്താൽ, വഅസ്ലഹൂ, അവരെ നന്മ ചെയ്താൽ, വബയ്യനൂ, വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ, ഉലൈക അതൂബു അലൈഹിം, വേദങ്ങൾ മറച്ചു പിടിച്ച ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ തൗബ ഞാൻ സ്വീകരിക്കും. വഅന തവ്വാബുർ റഹീം, ഞാൻ തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ രീതി, പടച്ചതമ്പുരാൻ. അതുകൊണ്ട് ഒരാളോടും പോയി കുമ്പസരിക്കരുത്. ഒരാളോട്, ഒരു ഉസ്താദിനോട്, ഒരു മുതിർന്ന ആളോടും, ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ കുമ്പസരിക്കണ്ട. അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്, അള്ളാഹു പുറത്തു തരട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.